ഗവൺമെന്റ് അറിയിച്ചുകൊണ്ട് നമുക്ക് ദൈവം ചിന്തയ്ക്കായിട്ട് ഒരുങ്ങാം. ലേഖനം 3-ാം അധ്യായം ആണ് നമ്മൾ ചിന്തിച്ച് കൊണ്ടിരിക്കുന്നത്. അതില് 12-ാമത്തെ വാക്യം വരെ എത്തി 12-13 വാക്യങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ദൈവം ചിന്തിച്ചപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് പോയിട്ട് അപ്പോസ്തലൻ പൗലോസിന്റെ ജീവിതം എപ്രകാരമാണ് അപ്പോസ്തലൻ പൗലോസ് തന്റെ കൂടെയുള്ളവർ എങ്ങനെയായിരുന്നു അപ്പോസ്തലൻ കൊരിന്ത്യ വിശ്വാസികളോട് സംസാരിക്കുന്ന വേദഭാഗം നമ്മൾ ചിന്തിക്കാൻ തക്കവണ്ണം ദൈവയിടയാക്കി. നിങ്ങൾ ഒരാഴ്ചയുടെ ഇടവേള വന്നുകൊണ്ട് പക്ഷേ അല്പം മറന്നുപോകാൻ സാധ്യതയുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആ ഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ പ്രധാനമായും നമ്മൾ അതിന്റെ ഒരു കൺക്ലൂഷൻ സമ്മറി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോസ്തലൻ ആഗ്രഹിച്ചതാണ് ഞങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെളിവാക്കുന്നു, അത് എപ്രകാരമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് ആണ് ആ ഭാഗങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളാണ് നിങ്ങൾ ഞങ്ങളെ തിരിച്ചറിയുന്നത്. ഞാൻ അന്ന് ദൈവം സംസാരിച്ച് ഞാൻ കർത്താവായ യേശു പറഞ്ഞ വാക്യം ഞാൻ കോട്ട് ചെയ്യാൻ മറന്നുപോയി. എന്റെ മകളെ സാറിന് പക്ഷെ മെസ്സേജ് പെട്ടെന്ന് മനസ്സിലാവാക്കി ഓടിയെത്തി. കർത്താവ് മത്തായി 7 എടുക്കട്ടെ ഞാനൊക്കെ പറഞ്ഞ് മുന്നോട്ടൊക്കെ വരികയാണ്. മത്തായി 7:20 പറയുന്നുണ്ട്, കർത്താവ് വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഫലത്തെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് കണ്ടു, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും. എന്നിട്ടാണ് പിന്നെ പറയുന്നത്, തൊട്ടടുത്ത വാക്യമാണ് അന്ന് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ആ കർത്താവ് എന്നോട് പറയുന്ന എവരുമല്ല സ്വർഗസ്ഥന്റെ പിതാവ് ചെയ്യുന്നത് ആ നാല് പള്ളി എന്നോട് ഇങ്ങനെ പറയും. ഇപ്പൊ ഫലത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് നേരെ ഗിഫ്റ്റിലേക്ക് കടക്കുന്നത്. അപ്പൊ 7:20 വാക്യം മുതലുള്ള 1 വാക്യം ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അപ്പൊ അത് കർത്താവ് വ്യക്തമായി ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് ചോദിച്ചാൽ അതിന് പുറപ്പെടുവിക്കുന്ന ഫലമാണ്. ആ ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടർ. എന്താണ് ഫലം? സ്വഭാവം. നമ്മളിൽ പുറപ്പെടുന്ന സ്വഭാവത്തിന് കൊടുക്കുന്ന ബൈബിൾ കൊടുക്കുന്ന ഭാഷയാണ് ഫലം എന്നുള്ളത്. അപ്പം അത് നമ്മൾ ചിന്തിച്ചു. അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായി 2 കൊരിന്ത്യരിൽ പറയുന്ന ഭാഗം ചിന്തിച്ച് നമ്മളിപ്പോൾ ലേഖനത്തിലേക്ക് തിരിച്ചു വന്നാണ് അന്നത്തെ ദൈവദിനം ഞാൻ നിർത്തിയത്. ഞാൻ മലയാളത്തിൽ ഒന്നും കൂടെ ആ ഭാഗം അന്ന് ഞാൻ ഇംഗ്ലീഷാണ് വായിച്ചത്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മലയാളം വേർഷൻ വായിച്ചാൽ ഒരു കണ്ടിന്യൂവേഷൻ ഇല്ല, ഒരു കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ മലയാളം വേർഷൻ തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സിമ്പിൾ വേർഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ സിമ്പിൾ വേർഷൻ കൂടെ ഞാൻ ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് വായിച്ചിട്ട് നമ്മുടെ സ്നേഹത്തിലോട് അതിൽ നിന്ന് പറഞ്ഞ ചില ഭാഗങ്ങളെ കണക്ട് ചെയ്ത് നമ്മൾ സ്നേഹത്തിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് 2 കൊരിന്ത്യർ 6-ാം അധ്യായം നമ്മൾ വായിച്ചപ്പം അതിന്റെ 1-ാം വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞു തുടങ്ങിയ ഭാഗം ഇതാണ്. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അപവാദം വരാതിരിക്കേണ്ടത്. അത് നമ്മളുടെ എത്രാമത്തെ വാക്യം? അത് കാരണം ഈ മലയാള ഭാഷയിലും വചനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിനകത്ത് വാക്യങ്ങളില്ല. 1-ാം വാക്യം 2-ാം വാക്യമില്ല. കാരണം ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. പിന്നീടൊക്കെ വാക്യങ്ങളായിട്ട് തിരിച്ചത്. ഞാനിത് വായിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് നോക്കുക. വായിച്ചിട്ട് ഓൾറെഡി പ്രസംഗിച്ച മെസ്സേജാണ്. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അപവാദം 2 കൊരിന്ത്യർ 6-ാം അധ്യായമാണ്. അതില് നമ്മൾ ഈ വായിക്കുന്നത്, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അപവാദം വരാതിരിക്കുന്നതിന് ഞങ്ങൾ ആരുടെയും പാതയിൽ തടസ്സം സൃഷ്ടിക്കുന്നില്ല. ഈ 6-4 3-4 വായിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്ന സകലത്തിലൂടെ ദൈവത്തിന്റെ യഥാർത്ഥ ശുശ്രൂഷകരാണെന്ന് ഞങ്ങൾ അത് തെളിയിച്ചു. കഷ്ടതകളും ഞെരുക്കങ്ങളും എല്ലാ വിധത്തിലുമുള്ള വിപത്തുകളും ഞങ്ങൾ ക്ഷമയോടെ സഹിച്ചു. ഞങ്ങൾ അടിയേറ്റു, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു, ക്രൂരജനത്തിന്റെ ലഹളയെ അഭിമുഖീകരിച്ചു, അധ്വാനത്തിൽ പരീക്ഷിതരായി, ഉറക്കമില്ലാതെ രാത്രികൾ ചെലവഴിച്ചു, പട്ടിണിയിലായി. പ്രയാസങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവിടെ പറഞ്ഞിട്ട് പറയുകയാണ്. അതിന് മുമ്പ് പറഞ്ഞു വിപത്തുകളിൽ ഞങ്ങൾ ക്ഷമയോടെ സഹിച്ചു. തുടർന്ന് വീണ്ടും ആ പീഡനങ്ങളെ കുറിച്ച് ട്രിബുലേഷനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്. നമ്മുടെ വേർഷനിൽ പരിശുദ്ധാത്മാവെന്നൊക്കെ ഇട്ട് കോമയാണ് ഇട്ടേക്കോണം മനസ്സിലാക്കി വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ
പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആത്മാർത്ഥ സ്നേഹത്തിലൂടെയും ഞങ്ങളുടെ നിർമ്മല ജീവിതത്തിലൂടെയും വിവേകത്തോടെയുള്ള പെരുമാറ്റത്തിലൂടെയും ക്ഷമാശീലത്തിലൂടെയും ദയയിലൂടെയും ഞങ്ങൾ ആരാണെന്ന് തെളിയിച്ചു. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ശക്തനായ വരപ്രാപ്തനായ കൃപാവരങ്ങളാൽ ജ്വലിക്കപ്പെട്ട ശക്തനായ മിഷണറി പറയുകയാണ്, ഞങ്ങളെ തെളിയിച്ചത് ഞങ്ങൾ ചെയ്ത ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നോ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾ പുറപ്പെടുവിച്ച ഫലം അല്ലെങ്കിൽ ക്യാരക്ടർ, ഞങ്ങളുടെ സ്വഭാവത്തിലൂടെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളെ തെളിയിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് വ്യക്തമായിട്ട് എനിക്കറിയാം, കാരണം ഓൾറെഡി നമ്മളിത് മെഡിറ്റേറ്റ് ചെയ്ത ഭാഗമാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആത്മാർത്ഥ, ഞാൻ റെഫറൻസ് പറയുന്നതിൽ തെറ്റുണ്ട്, സംശയമില്ലല്ലോ, ഇല്ല. 2 കൊരിന്ത്യർ 6:4 ആ ഭാഗങ്ങൾ ഇപ്പൊ വായിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് ഞാൻ പറയാൻ വന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആത്മാർത്ഥ സ്നേഹത്തിലൂടെയും, അപ്പൊ അവര് ഹംബിൾ ആണ് നമ്മുടെ ഒരു, ഞാൻ പലരെയും നമ്മൾ കേൾക്കുമ്പോൾ പല ജീവിതങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം, പ്രശ്നങ്ങളിലൂടെ കടന്നുകൊണ്ടിരിക്കാം, സുവിശേഷത്തിന്റെ കഷ്ടം സഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവര് സാക്ഷ്യം പറഞ്ഞു വരുമ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷൻ കൊണ്ട്, ത്യാഗം കൊണ്ട്, ക്രിസ്തുവിന്റെ ത്യാഗം പോലും പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഭയങ്കരമായ ആ ക്യാരക്ടർ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒരു ഇടമില്ലാതെ സംസാരിക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മള് പലരുടെയും ഞാൻ ആദ്യകാലങ്ങളിൽ ഒത്തിരി കേട്ടിട്ടുണ്ട്. അവരെ തന്നെ ദീനശൂര പരാക്രമികളാക്കി അവരുടെ കഷ്ടതകളെ പറയുന്ന പോലും അവരുടെ ഒരു മഹത്വം വെളിപ്പെടുത്താൻ, അവരുടെ ഉയർച്ചകളെ പറയുന്നതും അവരുടെ മഹത്വം വെളിപ്പെടുത്താൻ, അവരുടെ താഴ്ചകളെ പറയുന്നതും അവരുടെ മഹത്വം. പക്ഷെ അപ്പോസ്തലൻ അവരുടെ താഴ്ചകളെ കുറിച്ച് പറയുക, അവരെ കുറിച്ച് കഷ്ടങ്ങളെ കുറിച്ച്, സങ്കടങ്ങളെ കുറിച്ച്, പട്ടിണിയെ കുറിച്ച്, ഇല്ലായ്മയെ കുറിച്ച്, വേദനകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങൾ അവിടെ ക്ഷമയോടെ സഹിച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് ആ ക്ഷമയോടെ സഹിച്ചത് ഞങ്ങളുടെ ഏതാണ്ട് വിളിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആത്മാർത്ഥ സ്നേഹത്തിലൂടെയും ഞങ്ങളുടെ നിർമ്മല ജീവിതത്തിലൂടെയും വിവേകത്തോടുള്ള പെരുമാറ്റത്തിലൂടെയും ക്ഷമാശീലത്തിലൂടെയും ദയയിലൂടെയും ഞങ്ങൾ ആരാണെന്ന് തെളിയിച്ചു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് ഞങ്ങൾക്ക് സ്വഭാവം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞത്. സത്യസന്ധമായ സംഭാഷണത്തിലും നമ്മുടെ ദൈവത്തിന്റെ ശക്തിയിലും നിലകൊണ്ട് സത്യസന്ധമായ സംഭാഷണത്തിലും ദയയിലൂടെ ദൈവത്തിന്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിന്റെ സഹായം, ദൈവത്തിന്റെ ശക്തിയിലും നിലകൊണ്ട് ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട്. ഇനി കേട്ടോടെ നമ്മൾ അതാ കഴിഞ്ഞത്, എപ്പോഴൊക്കെ നമ്മൾ കർത്താവിനെ സാക്ഷിക്കണം, എത്രത്തോളം, ഏതൊക്കെ സാഹചര്യം ഞങ്ങള് ഈ സ്ഥിരതയോടെ നിൽക്കണം, മടുത്തുപോകാൻ നിൽക്കണം, ക്ഷീണിച്ചു പോകാൻ നിൽക്കണം, വേല ചെയ്തുകൊണ്ടേ ഇരിക്കണം, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം, ആരാധന കഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് നമ്മൾ ചോദിച്ചാൽ അപ്പോസ്തലൻ പറയുകയാണ് ഏതൊക്കെ സാഹചര്യത്തിൽ അത് കേൾക്കണോ. ഈ പറഞ്ഞ പുസ്തകങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞ് ഇനിയും പറയുകയാണ്, ആദരവിലൂടെയും അനാദരവിലൂടെയും, അതാ നമ്മൾ അപമാനങ്ങളുടെയും ദുഷ്കീർത്തിയിലൂടെയും സൽകീർത്തിയിലൂടെയും ഞങ്ങൾ കടന്നു പോകുന്നു. ഇന്നത്തെ പല ദൈവമക്കൾക്കും പറയാൻ മടിയാ. സൽകീർത്തികൾ മാത്രം ഘോഷിക്കുന്ന ഇടമായി സഭ മാറി, മാനങ്ങൾ മാത്രം സാക്ഷ്യം പറയുന്ന ഇടമായി സഭ മാറി, അത് മാത്രം പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, സ്വീകരിക്കുന്ന ഇടമായി സഭ മാറിയപ്പോൾ ആ സഭയുടെ മൂല്യശുദ്ധി അത്രയ്ക്കും ആഴമായി മാറുമ്പോൾ സഭയ്ക്ക് അതേ മൂല്യശുദ്ധി സംഭവിക്കാതിരിക്കണമെങ്കിൽ, സഭ ദൈവമക്കൾക്ക് ആശ്വാസമായിരിക്കണമെങ്കിൽ, എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായിരിക്കണമെങ്കിൽ സഭ അറിയിക്കേണ്ട അടിസ്ഥാന ദൈവിക തത്വം, അത് അപ്പോസ്തലൻ തന്റെ അനുഭവത്തിലൂടെ കൊരിന്ത്യരെ വെളിപ്പെടുത്തുക. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വണ്ണം അവർ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് പോയി. അവർക്ക് ക്രിസ്തുവേശുവിലേക്ക് കടന്നു വന്ന ഞങ്ങൾ ക്രിസ്ത്യാനികളായിരുന്ന ക്രിസ്തു സഭയുടെ ഭാഗമായി ഞങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് അനാദരവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ദുഷ്കൃത്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവർക്ക് പട്ടിണിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ദാരിദ്ര്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതേ കല്ലെറിഞ്ഞെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവർക്ക് ഒന്നും അങ്ങനെയുള്ള അപ്പോസ്തലൻ ഇപ്പോൾ എന്ത് പറയേണ്ട വന്നു? തങ്ങളെ തന്നെ വെളിപ്പെടുത്തേണ്ട സമയത്തിന് മുമ്പേ അത് ചെയ്തത്,
സമയത്ത് അപ്പോസ്തലൻ ചെയ്തു. ഇങ്ങനെ ഒരു അവസരത്തിൽ അത് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൊരിന്ത്യ സഭ ക്രിസ്തീയ ഉദ്ദേശം വിട്ട്, ക്രിസ്തുവിന്റെ ആ ലക്ഷ്യം വിട്ട് സത്യസഭ എന്ത് ചെയ്യും? അടിസ്ഥാന തത്വത്തിൽ നിന്ന് തെന്നിമാറുവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ അപ്പോസ്തലൻ സധൈര്യം എന്ത് പ്രസ്താവിക്കുകയാണ്? ഞങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ക്ഷമയോടെ പലതും സഹിച്ചും ക്ഷമിച്ചും. എന്നിട്ട് അവരുടെ ക്വാളിറ്റീസ് പറയുമ്പോൾ തന്നെ ആ ക്വാളിറ്റീസിനെ അതുകൊണ്ടാണ് ഗലാത്യലേഖനം പറയുന്നത് ആത്മാവിന്റെ ഫലമോ, അതായത് പരിശുദ്ധാത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, കരുണ, വിശ്വസ്ത, ഇതൊക്കെ പറയുമ്പോ ഉടനെ ആ ക്രെഡിറ്റ് പോകുന്ന ആർക്കാ? ദിസ് ഈസ് എ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അത് നമ്മളിലൂടെ പുറപ്പെടുവിക്കുമ്പോൾ അതേ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണെ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ. ഇനിയും പറയാൻ പോകുന്ന ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ ഓർത്തോണം. ഞങ്ങളിൽ പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആത്മാർത്ഥ സ്നേഹം, നിർമ്മലമായ ജീവിതം, വിവേകത്തോടുള്ള പെരുമാറ്റം, ക്ഷമാശീലം, ദയ. ഇവയിലൂടെ ഞങ്ങൾ ആരാണെന്ന് തെളിയിച്ചു. പ്രിയരെ, കർത്താവ് പറഞ്ഞ വാക്കോർക്ക്, മത്തായി 7:20, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയൂ. ഒരാളെ നാം തിരിച്ചറിയേണ്ടത് അവർ പുറപ്പെടുവിക്കുന്ന സ്വഭാവത്താലാണെന്ന് യേശു പഠിപ്പിച്ചു, തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഇതാ ശിഷ്യന്മാർ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അത് അക്ഷരം പ്രതി അവരെ അനുസരിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ തന്നെ ഇതാ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കുന്ന എങ്ങനെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഞങ്ങളിൽ ഉളവാകുന്ന ക്യാരക്ടർ ട്രാൻസ്ഫേർഷൻ നിങ്ങളും കണ്ടതാണ്, ഞങ്ങളത് തെളിയിച്ചിരിക്കുന്നു. സത്യസന്ധമായ സംഭാഷണത്തിലും ദൈവത്തിന്റെ ശക്തിയിലും നിലകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന അടിസ്ഥാനം തന്നെ സത്യവചനം മാത്രമല്ല, ആ സത്യവചനം പ്രസംഗിക്കുമ്പോൾ തന്നെ സത്യമായൊരു സംഭാഷണ ശൈലി ഞങ്ങൾക്കുണ്ട്. സത്യവചനം പ്രസംഗിക്കുന്ന പലർക്കും എന്തില്ലെന്നറിയാവോ? സത്യമായൊരു സംഭാഷണ ശൈലിയില്ല. 1 മിനിറ്റ് സംസാരിച്ചതിനകത്ത് 10 കളവേലും വരും. 10 മിനിറ്റ് സംസാരിച്ചാൽ അപ്പൊ എത്ര കളം വരും? ഒരു സംഭാഷണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് അസത്യമായ സംഭാഷണ ശൈലിയാണ് ഇന്ന് പലരും പുലർത്തുമ്പോൾ. അത് ശുശ്രൂഷകരാണെങ്കിലും ശരി, അത് അറിയപ്പെടുന്നവരാണെങ്കിലും ശരി, അറിയപ്പെടാത്തവരാണെങ്കിലും ശരി, പറഞ്ഞങ്ങ് കേറിപ്പോകുമ്പോഴത്തേക്ക് അതിനകത്ത് ഒത്തിരി എന്താ പറയണ്ടേ, അങ്ങ് തള്ളിക്കയറ്റും. ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ, ആരുടെയൊക്കെ മുന്നിൽ ഞാൻ എന്താണെന്നൊക്കെ കാണിക്കാൻ എല്ലാം 10, 100 ആകും, 50, 500 ആകും. നമ്മുടെ സംഭാഷണത്തിനകത്ത് ഒരു കളവും പാടില്ല. കാരണം എന്തുവാ? നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സത്യവചനമാണെങ്കിൽ ഒരേ ഉറവയിൽ നിന്ന് സത്യവും അസത്യവും കൂടെ പുറപ്പെടും. നാം പ്രസംഗിക്കുന്ന സത്യവചനം, അത് കഴിഞ്ഞ് സംസാരിക്കുന്ന അസത്യം, ഇത് തമ്മിൽ ചേർന്ന് പോകത്തില്ല. അതാണ് നമ്മൾ ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ പ്രസംഗിക്കുന്ന സത്യവചനമാണെങ്കിൽ ഞങ്ങളുടെ സംഭാഷണം എങ്ങനെയാണ്? സത്യമായ സംഭാഷണത്തിലും ദൈവത്തിന്റെ ശക്തിയിലും നിലകൊണ്ട്. അതായത് ഞങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയിലും സത്യവചനം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ട ഞങ്ങൾ സത്യമായ സംഭാഷണത്തിലുമാണ് നിലകൊള്ളുന്നത്. ഇടത്തും വലത്തും എഫെസ്യരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധ വർഗം. ഞങ്ങളിപ്പോ എന്ത് ധരിക്കും? ഞങ്ങൾ ബുള്ളറ്റ് പ്രൂഫ് ധരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ധരിക്കും? ഞങ്ങള് വളരെ ബുദ്ധിയോടെ ഒരു കല്ലേറ് പോലും കൊള്ളാതെ ആരാലും നിന്ദിക്കപ്പെടാത്ത രീതിയിൽ ഞങ്ങൾ വളരെ എന്താ പറയണ്ടേ, ഞങ്ങൾ അജണ്ടകൾ തയ്യാറാക്കി, ഞങ്ങൾ പ്ലാനുകൾ തയ്യാറാക്കി വളരെ വിദഗ്ധമായി ജീവിക്കും. അങ്ങനെയാണോ? എഫെസ്യരോട് എന്ത് പറഞ്ഞോ? നിങ്ങൾ സർവായുധ വർഗം ധരിക്കാൻ പറഞ്ഞ അപ്പോസ്തലൻ പറയാ, ഞങ്ങള് ധരിച്ചിട്ടാ നിങ്ങളോട് പറയുന്നത്, നിങ്ങളത് ധരിക്കാൻ. ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട്, അതിന് ഇംഗ്ലീഷ് വേർഷനിൽ ഇങ്ങനെ പറയുന്നത്, ഇടത്തും വലത്തും എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ഡിഫെൻഡ് ചെയ്യാനും വേറൊരു സൈഡിൽ അറ്റാക്ക് ചെയ്യാനും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കാരണം നമുക്കറിയാമല്ലോ സർവായുധ വർഗത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഡിഫെൻഡ് ചെയ്യുന്ന ആർമറും ഉണ്ട്, അറ്റാക്ക് ചെയ്യുന്നതുമുണ്ട്. അപ്പൊ അത് രണ്ടും ഞങ്ങൾ അണിഞ്ഞിരിക്കുകയാണ്, ധരിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇനി നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, ഞങ്ങളിൽ നിന്ന് സ്നേഹം, ആത്മാർത്ഥ സ്നേഹം പുറപ്പെട്ടു,
ഞങ്ങൾ ക്ഷമയോടെ പീഡനങ്ങളെ സഹിക്കുന്നു, ഞങ്ങൾ ആരെയും ശപിക്കുന്നില്ല, ഞങ്ങൾ സത്യസന്ധമായി സംസാരിക്കുകയും ദൈവശക്തിയിൽ നിലകൊള്ളുന്നു, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നു, ഞങ്ങളുടെ പെരുമാറ്റം നേരുള്ളതാണ്, ഞങ്ങൾക്ക് നിർമ്മലമായൊരു ജീവിതമുണ്ട്, ഞങ്ങൾക്ക് നിർമ്മലമായ സത്യസന്ധമായ സംഭാഷണമുണ്ട്, ക്ഷമാശീലമുണ്ട്, ദയുണ്ട്. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെയുള്ള ഞങ്ങൾ ഇടതും വലതും ഞങ്ങൾ നീതിയുടെ ആയുധങ്ങൾ ധരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞങ്ങൾ നേരിടുന്ന അവസ്ഥ നിങ്ങൾ മറന്നു പോകരുത്. ഞങ്ങൾ ഇങ്ങനെയാ കടന്നു പോകുന്നത്. പക്ഷെങ്കിൽ ഓർത്തോണം, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് സമ്മിശ്രമായ ജീവിത സാഹചര്യമാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആത്മാർത്ഥതയുള്ളവരായതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് ആത്മാർത്ഥമുള്ളവരായിരിക്കണമെന്ന് വാശി പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ഞങ്ങൾ സത്യസന്ധരായതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സത്യസന്ധരായിരിക്കണമെന്ന് ഞങ്ങൾ മാനിക്കപ്പെട്ടവരായി കർത്താവിന് നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ മാനിക്കണമെന്ന് ഞങ്ങൾക്ക് വ്യാമോഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം ഞങ്ങൾ പറയാം, ആദരവിലൂടെയും അനാദരവിലൂടെയും ഞങ്ങൾ കടന്നു പോകുന്നവരാ. ഞങ്ങൾക്ക് ദുഷ്കീർത്തി എന്നൊന്നും സൽകീർത്തി. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാര്യം? ഇതായിരുന്നു ഗുരു പഠിപ്പിച്ച്, എന്തോ യേശു പഠിപ്പിച്ചേ. നിങ്ങളൊരു കാര്യം ഓർത്തോണം, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെ. യേശു അടുത്ത എന്തോ പറഞ്ഞേ? ഗുരുവിനെ ബേൽസെബൂൾ വിളിച്ചെങ്കിൽ നിങ്ങളെ എത്രയധികം. യജമാനനെ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് നിങ്ങളുടെ യജമാനെ വിളിച്ചെങ്കിൽ നിങ്ങളെ എത്രയധികം. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ആദരവിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ഗുരുവിനെ പല വീടുകളും സ്വീകരിച്ചെങ്കിൽ നിങ്ങളെയും സ്വീകരിക്കും. നിങ്ങളുടെ യജമാനെ പലരും കൈക്കൊണ്ടെങ്കിൽ നിങ്ങളെയും കൈക്കൊള്ളും. ഗുരു വ്യക്തമായി പഠിപ്പിച്ചിരുന്നു ഈ ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ്. എന്താ അറിയോ? ആദരവും അനാദരവും, ദുഷ്കീർത്തിയും സൽകീർത്തിയും. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? വളരെ ബാലൻസ്ഡ് ആയ, ആരോഗ്യമുള്ള, ഹെൽത്തി ആയ, മസിൽ പവർ ഉള്ള, സ്പിരിച്വൽ മസിൽസ് ഡെവലപ്പായ ഒരു തലമുറ വാർത്തെടുക്കപ്പെട്ടു. ഇന്നെന്തുകൊണ്ടാ വീക്ക് മസിൽസ് ആയി പോയത് ക്രിസ്ത്യൻസിന്? ഇന്നെന്തുകൊണ്ടാ ചർച്ച് വീക്കായി പോയത്? കാരണം ചർച്ചിനകത്ത് ഒരു ദുഷ്കീർത്തിയോ, അത് പറയല്ലേ, കഷ്ടങ്ങളോ, അത് പറയല്ലേ. പക്ഷെ അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 1 ആദ്യം തന്നെ പറയുന്നത് എന്തുവാ? ഞങ്ങൾക്ക് ആസ്യയിൽ വെച്ചുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത്. കൊരിന്ത്യരെ, നിങ്ങൾ ഗ്രീസിലെ നിങ്ങൾ വലിയ ആൾക്കാരായിരിക്കും, നിങ്ങൾ പ്രമുഖ പട്ടണത്തിൽ താമസിക്കുന്നവരായിരിക്കും, നിങ്ങൾ മില്യനേഴ്സും ആയിരിക്കും, നിങ്ങൾ വലിയ സ്ഥാനമാനങ്ങളുള്ളവരായിരിക്കും. പക്ഷെ സഭയോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കുണ്ടായ കഷ്ടം ഒരു നഷ്ടമല്ലെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയരെ, നമുക്കുണ്ടാകുന്ന കഷ്ടം ഒരു നഷ്ടമല്ല എന്ന് സഭയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കും നമ്മുടെ ദൈവത്തിനുമുണ്ട്. നമ്മൾക്കുണ്ടാകുന്ന താഴ്ച അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് അറിയിക്കേണ്ട കടമ നമുക്കും ദൈവത്തിനുമുണ്ട്. നാം അതിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോസ്തലൻ പറയുകയാണ്, ഇത്രയും കൃപാവരപ്രാപ്തനായ ഒരു അപ്പോസ്തലൻ യാത്ര ചെയ്യുമ്പോൾ ആസ്യയിൽ വെച്ച് ഇത്ര കഷ്ടമുണ്ടായി, മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു, നിരാശ തോന്നി, ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഈ പദങ്ങളൊന്നും ശക്തനായ ഒരു മിഷണറിക്ക് യോജിച്ചതല്ല എന്ന് അവർ തെറ്റിദ്ധരിച്ച് തന്നെ സംശയിക്കുമെന്നുള്ള ഭയമൊന്നും അപ്പോസ്തലനില്ല. കാരണം താൻ പച്ചയായ ഒരു മനുഷ്യനാണെന്നും ഈ പിൻശക്തി എന്റെ മൺകൂടാരങ്ങളിലാണ് പകർന്നിരിക്കുന്നുള്ള ബോധമുള്ളതുകൊണ്ട് സത്യമായ സംഭാഷണ ശൈലി അപ്പോസ്തലനുണ്ടായിരുന്നു. ഇന്ന് രാത്രി നാം നമ്മെ തന്നെ ഒന്ന് വിവേചിക്കണം. സംസാരിക്കുമ്പോൾ നമുക്ക് സത്യമായ ഒരു സംഭാഷണ ശൈലി ഉണ്ടോ? ആത്മാവിന്റെ സഹായത്താൽ സ്വഭാവ രൂപാന്തരത്തിനായി ആഗ്രഹിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ അടിത്തറ ദൈവത്തിന്റെ ശക്തിയിലാണോ നമ്മൾ നിലകൊള്ളുന്നത്? സത്യവചനം പ്രസംഗിക്കാൻ മാത്രമേ നമുക്ക് തിടുക്കമുള്ളൂ. സത്യവചനം എന്ന് പറയാൻ മാത്രമേ നമുക്ക് തിടുക്കമുള്ളൂ. പ്രായോഗിക ജീവിതത്തിൽ ഒരു സത്യ സംഭാഷണ ശൈലിക്കായി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പലതിനെയും മറച്ചു വെക്കാൻ അസത്യം ഉപയോഗിച്ചാണോ നാം ഈ സത്യവചനത്തിന്റെ മറ പിടിക്കുന്നത്? പലരുടെയും മുമ്പിൽ നമ്മുടെ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ ഒട്ടും മോശമല്ല, ദൈവം എന്നോടുകൂടെ ഉണ്ട്, എനിക്ക് അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാൻ നമ്മൾ ഒരു അസത്യ സംഭാഷണ ശൈലി സ്വീകരിക്കുന്നുണ്ടോ? അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയത് 2 കൊരിന്ത്യർ 1 തന്നെ പറഞ്ഞു തുടങ്ങിയത് സത്യമായ സംഭാഷണം. എന്നറിയോ? ആസ്യയിൽ വെച്ച് ഞങ്ങൾക്ക് കഷ്ടം ഉണ്ടായെന്നേ, ഞങ്ങൾക്കുണ്ടായ ഫീലിങ്സ് ഞങ്ങൾ പറയുന്നതേ. അവിടെ വെച്ച് ഞങ്ങൾ ഗ്ലോറി ഹാലലിയ, ഇവിടെ വെച്ച് മരിച്ചാൽ മരിക്കട്ടെന്ന് പറയുന്ന വെല്ലുവിളി ഒന്നും നടത്തിയില്ല. ഞങ്ങൾക്ക് ഭയം തോന്നി, ഇത് എങ്ങോട്ടാ, എന്ത് സംഭവിക്കും? ഞങ്ങൾക്ക് പ്രത്യാശയില്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾ ഭയപ്പെട്ടത്. പിന്നെയോ മനുഷ്യന്റെ ജീവിത സാഹചര്യത്തിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭയം. പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അവൻ ഭയപ്പെടും, പ്രതിസന്ധികളെ നേരിടും. പക്ഷെ ആ ഭയം അവനെ വാഴത്തില്ല. ഒരു ദൈവത്തിനെ ഭയം വാഴത്തില്ല. ഭയത്തിൽ തുടങ്ങിയേക്കാം, പക്ഷെ പ്രത്യാശയിൽ നിലനിർത്താൻ ദൈവം ശക്തനാ. അതെ,
ഭീതിയിൽ തുടങ്ങിയേക്കാം, പക്ഷെ കൊണ്ട് നിർത്തുമ്പോൾ തികഞ്ഞ പ്രത്യാശയോടെ സ്വർഗീയമായ മഹത്വത്തോടെ ഓരോ പ്രശ്നങ്ങളെയും കൊണ്ട് നിർത്താൻ ദൈവശക്തൻ. അപ്പോസ്തലനറിയാം, ഞാനത് തുറന്നു കാട്ടിയില്ലെങ്കിൽ നാളെ ഈ ദൈവമക്കൾ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഇവരോർക്കും എനിക്കെന്താണ്ട് അമാനുഷികമായ ശക്തിയുണ്ട്. കപ്പൽ ഛേദം വന്നാലെന്താ, കടലിൽ മുങ്ങിപ്പോന്ന് വിചാരിച്ചാലെന്താ, എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലെന്താ, പേടിയില്ലാത്ത, ധൈര്യശാലിയായ, ഭയമില്ലാത്ത, അങ്ങനെ തങ്ങളെ തന്നെ ചിത്രീകരിച്ച് ജയൻസായി, അതെ, തങ്ങളെ തന്നെ സൂപ്പർ മാൻമാരായി അതെ ചിത്രീകരിക്കാൻ അപ്പോസ്തലന്മാർ ആഗ്രഹിച്ചില്ല. അതെന്തിനു വേണ്ടിയാ? കർത്താവായ യേശു കാണിച്ച മാതൃകയായിരുന്നു അത്. അതുകൊണ്ടാണ് ഗത്സമനയിൽ അവൻ തീവ്ര ദുഃഖത്തോടെ കരഞ്ഞത്. അതുകൊണ്ടാണ് അവൻ ഗത്സമനയിൽ 3 പേരെ ഏകദേശം അടുത്തുകൊണ്ട് നിർത്തി അവൻ തന്റെ വേദനകളെ പങ്കുവെച്ചത്, പിതാവിനോട് കരഞ്ഞത്, തന്റെ ഹൃദയങ്ങളെ പങ്കുവെച്ചത്. അതെ, പൂർണ്ണ മനുഷ്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തിയിട്ട് ദൈവാശ്രയത്തെ പ്രാപിച്ചുകൊണ്ട് ദൂതൻ ബലപ്പെടുത്തുവാൻ ഇറങ്ങി വന്നപ്പോൾ ആ ബലം സ്വീകരിച്ചുകൊണ്ട് യേശു തന്റെ മിഷൻ പൂർത്തീകരിച്ചു. അപ്പോസ്തലന്മാർ അതേ പാത പിൻപറ്റുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ എന്റെ പ്രിയരെ, ഇങ്ങനൊരു വ്യക്തമായ അടിസ്ഥാനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സഭയ്ക്കില്ല എങ്കിൽ സഭാ വിശ്വാസികൾ എന്ത് തുടങ്ങുമെന്നറിയോ? അസത്യമായ സംഭാഷണങ്ങൾ തുടങ്ങും. കാരണം സത്യമായി സംഭാഷിക്കണമെങ്കിൽ എന്തു വേണം? അതേ, സഭയ്ക്കകത്ത് ദുഷ്കീർത്തിയും സൽകീർത്തിയും അറിയട്ടെ, ആദരവും അനാദരവും അറിയട്ടെ, നമ്മളെ ചതിയന്മാരെന്ന് ആൾക്കാർ വിളിക്കുന്ന അറിയട്ടെ. നമ്മൾ ചതിയന്മാരായിട്ട് വിളിച്ചാൽ മാത്രമേ ദൈവനാമം ദുഷിക്കപ്പെടത്തുള്ളൂ. ഞങ്ങൾക്ക് നീതിയുടെ ആയുധങ്ങൾ ധരിക്കാത്തതുകൊണ്ടല്ല ഈ പ്രയാസമൊക്കെ വന്നേ. ഞങ്ങൾ സർവായുധ വർഗം ധരിക്കാൻ മറന്നുപോയി, ഞങ്ങൾ അതൊന്നും ധരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പീഡനം. ഞങ്ങൾ ഇടതും വലതും ധരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം ശത്രുവിനെ അറ്റാക്ക് ചെയ്യേണ്ടതും ഡിഫെൻഡ് ചെയ്യേണ്ടതുമായ വ്യക്തമായ ബോധ്യത്തോടെയാണ് ഞങ്ങൾ ഈ നീതിയുടെ ആയുധങ്ങൾ ഇടത്തും വലത്തും ധരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആദരവും അനാദരവും ഉണ്ട്. ഞങ്ങൾക്ക് ദുഷ്കീർത്തിയും സൽകീർത്തിയും ഉണ്ട്. ഇതിലൂടെയും ഞങ്ങൾ കടന്നു പോകും. പരമാർത്ഥികളെങ്കിലും വഞ്ചകരായി. നമുക്ക് സഹിക്കുവോ? ഞാൻ എത്ര പരമാർത്ഥിയായിട്ട് അവരെടുത്തിട്ട് എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തലൻ പറയാ, പരമാർത്ഥികളാന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളെ വഞ്ചകരെന്നാ ചിലർ വിളിക്കുന്നത്. അതുകൊണ്ട് ഇനി മേല കർത്താവിന്റെ വേലക്കില്ല, ഇനി മേല സഭയിലോട്ടില്ല, ഇനി മേല യേശുവിന്റെ പരിപാടിക്കില്ല, ഇനി മേല ആർക്കും ഒരു ഗുണവും ചെയ്തിട്ട് നല്ല പറഞ്ഞേ. പരമാർത്ഥികളെങ്കിലും വഞ്ചകരായി. നമ്മുടെ വേർഷനി ചതിയന്മാരല്ലേ. പ്രസിദ്ധരെങ്കിലും അപ്രസിദ്ധരെ പോലെ കരുതപ്പെടുന്നു. ഞങ്ങൾ മരിക്കുന്നെങ്കിലും ജീവിക്കുന്നു, അടികൊള്ളുന്നെങ്കിലും കൊല്ലപ്പെടുന്നില്ല, ദുഃഖിതരെങ്കിലും എപ്പോഴും ആനന്ദിക്കുന്നു, ദരിദ്രരെങ്കിലും പലരെ സമ്പന്നരാക്കുന്നു, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവർ തന്നെ. എന്താ ഒരു കോമ്പിനേഷൻ അല്ലേ! ലോകത്തിന്റെ തത്വത്തിന് ഒരിക്കലും യോജിക്കാത്ത ഒരു മാസ്റ്റർ ഫോളോവിങ് അല്ലേ! ഇതെന്താ ഇത് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അത് അപ്പോസ്തലൻ അനുഭവിച്ചതാ. ഞാൻ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അവന്റെ കൃപ എന്നിലേക്ക് പകരപ്പെടുമ്പോൾ അത് അനുഭവിച്ചുകൊണ്ട് ഇതാണ് കർത്താവ് അവർക്ക് കാണിച്ച മാതൃക. കൈയായിട്ട് ചിന്തിച്ചതാണ്. ഒരു വ്യക്തി തങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടാക്കിയെടുക്കുന്നതല്ല അവർ ഐഡന്റിറ്റി, പിന്നെയോ അവരുടെ സ്വഭാവത്താൽ തെളിവായി വരേണ്ടതാണ് അവരുടെ ഐഡന്റിറ്റി. അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, ഇതിലൂടെ ഞങ്ങൾ ആരാണെന്ന് തെളിയിച്ചു. ഇത് എത്ര കൃത്യമായി യേശുവിന്റെ ടീച്ചിങ്സ് ഇവര് ഫോളോ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ കൊലോസ്യ ലേഖനത്തിൽ ഈ വിശുദ്ധീകരണത്തിലേക്ക്, സാങ്ക്ടിഫിക്കേഷനിലേക്ക്, അല്ലെങ്കിൽ പ്രിയരായി വിളിക്കപ്പെട്ടവർ അവര് അശുദ്ധമായതിനെ മാറി നിൽക്കുന്ന ഈ ടീച്ചിങ്ങിലേക്ക്, ഈ വലിയ എക്സോർട്ടേഷനിലേക്ക് വരുമ്പോൾ ഈ കൊരിന്ത്യർ ലേഖനം നമുക്ക് നല്ലൊരു എന്താ പറയട്ടെ ഒരു സന്ദേശം തരുന്നുണ്ട്. അതും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവസഭയിൽ ചിന്തിച്ചിട്ടുള്ള വേദഭാഗമാണ്. എന്നിട്ട് പറയുകയാണ്, കൊരിന്ത്യരോട് അങ്ങ് ഹൃദയം തുറക്കുക. സങ്കടം വന്നു, കൊരിന്ത്യരെ ഞങ്ങൾ നിങ്ങളോട് തുറന്ന് സംസാരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമാക്കിയിരിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾ നൽകാതിരുന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഞങ്ങൾക്ക് ഇല്ലെങ്കിലും നൽകാതിരുന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നില്ല. നിങ്ങൾ ഞങ്ങൾക്ക് മക്കളെ പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പോലെ തന്നെ ഹൃദയവിശാലത ഉള്ളവരായിരിക്കുന്നത് ന്യായമാണല്ലോ. അവിശ്വാസികളുമായുള്ള എന്നിട്ട് കാരണം അവരൊത്തിരി ഹൃദയം കൊണ്ട് ആരോട് അകലുകയാണ്? അപ്പോസ്തലനോട്. അതുകൊണ്ടാണ് ഇതൊക്കെ സംസാരിക്കണ്ടേ. എന്നിട്ട് ഒരു സാങ്ക്ടിഫിക്കേഷനുള്ള കോളിംഗ്. അവരുടെ ലൈഫിനെ ഇതറിയാം. അവരുടെ ജീവിതം
ഒന്ന് മാറി തുടങ്ങി. അവരുടെ ലൈഫ് സ്റ്റൈല്, ആ പാറ്റേൺ ഓഫ് ലൈഫ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ജീവിതത്തിൽ നേരത്തെ അവരങ്ങനെ ആയിരുന്നു. കർത്താവ് അവരെ വിളിച്ചു വേർതിരിച്ചു. പക്ഷെ ഇപ്പോൾ അവർക്കൊരു ഉപദേശം കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു. അവിശ്വാസികളുമായുള്ള പങ്കാളിത്തം ചേർച്ചയില്ലാത്തത് ആണ്. നമ്മുടെ പ്രശ്നം എങ്ങനെ? അവിശ്വാസം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ഇണയില്ല പിണ. എന്താ അതിന്റെ അർത്ഥം? ഇണയല്ല പിണ. അവിശ്വാസികളുമായുള്ള പങ്കാളിത്തം ചേർച്ചയില്ലാത്തതാണ്. അപ്പൊ മുകളിൽ പറഞ്ഞ ദുഃഖിക്കുന്നെങ്കിലും സന്തോഷിക്കുന്നു, ദരിദ്രരെങ്കിലും അനേകരെ സഹായിക്കുന്നു, അടികൊള്ളുന്നവർ കൊല്ലപ്പെടുന്നില്ല, അതൊക്കെ ഭയങ്കര ചേർച്ചയല്ലേ? ലോകത്തിന് അതൊട്ടും ചേർച്ചയല്ല. പക്ഷെ ദൈവത്തിന് തന്റെ മക്കൾക്ക് അത് ഭയങ്കരമായിട്ട് ചേരും. എന്നാൽ ഇവരോട് പറയാം, നിങ്ങൾ ഇപ്പം പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നല്ല ചേർച്ചയാണെന്ന്. അപ്പോസ്തലൻ പറയാ, ഈ ചേർച്ചയല്ലാത്തൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ പോകരുത്. എന്നിട്ട് ചേരാത്തതിനെ തമ്മിൽ വെച്ച് പറയുക, നീതിക്കും ദുഷ്ടതയ്ക്കും തമ്മിൽ എന്താണ് യോജിപ്പ്, ചേർച്ച? പ്രകാശത്തിനും ഇരുളിനും തമ്മിൽ എന്ത് കൂട്ടായ്മയുള്ള? ക്രിസ്തുവിനും പിശാചിനും, ബലിയാലിനോട് ഉദ്ദേശിക്കുന്ന സാത്താനും തമ്മിൽ ഐക്യമോ? ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? അത് യേശു സാത്താനുമായിട്ട് ഐക്യതയായത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? അത് മുകളിൽ എന്ത് പറഞ്ഞിട്ടാ പറയുന്നേ? നീതിയും ദുഷ്ടതയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇരുളും വെളിച്ചവും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്രിസ്തുവും അതെ ബലിയാൽ എന്ന് പറയുമ്പോൾ പിശാചും തമ്മിൽ എന്ത് ഐക്യമാ? എന്നിട്ട് പറയുക, വിശ്വാസിക്ക് അവിശ്വാസ്യമായി എന്ത് പങ്കാളിത്തം? ദൈവത്തിന്റെ ആലയവും വിഗ്രഹങ്ങളും തമ്മിൽ എന്തു ബന്ധം? അപ്പം ആലയവും, ജീവനുള്ള ദൈവത്തിന്റെ ആലയവും വിഗ്രഹവും തമ്മിൽ ചേരത്തില്ല. നീതിയും ദുഷ്ടതയും തമ്മിൽ ചേരത്തില്ല. വെളിച്ചവും ഇരുട്ടും തമ്മിൽ ചേരത്തില്ല. ക്രിസ്തുവും പിശാചും തമ്മിൽ. പക്ഷെ പിന്നെ നിങ്ങൾ എന്താ അവിശ്വാസികളായി ചേരുന്നേ? നിങ്ങൾ എന്താ ഒരു വലിയ പങ്കാളിത്തത്തിന് കൈ കൊടുക്കുന്നേ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും കമ്പാനിയൻഷിപ്പും ഒക്കെ മാറുന്നത് എന്താ? അങ്ങനെ ആയിരുന്ന നിങ്ങളെ അവിടുന്ന് വിളിച്ചു വേർതിരിച്ചത് വീണ്ടും അതേ കമ്പാനിയൻഷിപ്പിന് പോകാനല്ല. അങ്ങനെ പോകുന്ന ഓരോ കൊരിന്ത്യ വിശ്വാസത്തിനും പറയുക, നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ, അയ്യോ അത് ശരിയാണോ, അയ്യോ അത് തെറ്റാണോ, അയ്യോ അത് ചെയ്യാമോ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം അറിയാമോ? വ്യക്തമായ ദൈവിക അടിസ്ഥാനം ഉണ്ടായിരിക്കണം. എന്താണ് അതിന്റെ അടിസ്ഥാനം? നീതിയും ദുഷ്ടതയും തമ്മിൽ ഒരു ഐക്യതയും, ഇരുളും വെളിച്ചവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ക്രിസ്തുവും ബലിയാലും തമ്മിൽ, അല്ലെങ്കിൽ ക്രിസ്തുവും പിശാചും തമ്മിൽ യാതൊരു ബന്ധവും ഐക്യതയും ഇല്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആലയവും വിഗ്രഹങ്ങളും തമ്മിൽ ഒരിക്കലും ഒരു ബന്ധവുമില്ല. ഇപ്പോഴത്തെ പിന്നെ അറിയാമല്ലോ, അത് പറയുന്നില്ല. സത്യമായ ദൈവത്തിന്റെ ആലയത്തിലും അവിടെ വിഗ്രഹങ്ങൾക്ക് ഒരു സ്ഥാനമില്ല. എന്നിട്ട് പിന്നെ പറയാം, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയം. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചിട്ടും അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ സാങ്ക്ടിഫിക്കേഷൻ ഒരു കുറവും സംഭവിക്കുന്നില്ല. പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലായ്മകളോ മാന അപമാനങ്ങളോ ദുഷ്കീർത്തിയോ സൽകീർത്തിയോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്നില്ല. ക്യാരക്ടറിന് ഗുണമായി മാത്രമേ തീരുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പോൾ ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിൽക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ അടിസ്ഥാനം തെറ്റിപ്പോകുന്നുവെങ്കിൽ നിങ്ങളെ തിരിച്ചു വരുത്താൻ വേണ്ടി അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നതിന് മുമ്പ്, ദൈവഹിതമല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കാലെടുത്തു വെക്കുന്നതിന് മുമ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ കൈകൾ കൊടുക്കുന്നതിന് മുമ്പ്, നിങ്ങൾ എങ്ങനെയാ നിങ്ങളെ വിലയിരുത്തേണ്ടത്? നിങ്ങൾ ഓർത്തോണം, ആലയവും വിഗ്രഹവും തമ്മിൽ ചേരാത്ത പോലെ, നീതിയും ദുഷ്ടതയും തമ്മിൽ ചേരാത്ത പോലെ, വെളിച്ചവും ഇരുളും തമ്മിൽ ചേരാത്ത പോലെ, ക്രിസ്തുവും പിശാചും തമ്മിൽ ഐക്യതയില്ലാത്ത പോലെ, ഞാനും അതിന്റെ ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഒരു തരത്തിലും ഒരു പങ്കാളിത്തത്തിന് വഴിയില്ല.
അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഓർത്തോണം, നിങ്ങൾ എന്തിനു തുല്യമായി? നീതിയും ദുഷ്ടതയും ചേരാത്ത ചേരുവെന്ന് പറയുന്നതിന് ഇതെന്തിനു വേണ്ടി ഇത് പറയുന്നേ? ഇത് എവിടോട്ടാ പോന്നേ? സാങ്ക്ടിഫിക്കേഷന്റെ കോളിങ്ങാ. എന്നിട്ട് തിരുവെഴുത്തിൽ നിന്ന് വചനങ്ങൾ എടുത്തിട്ട് പറയുക, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ എന്തുകൊണ്ടായിരുന്നു അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അത് പറയാൻ കാര്യം, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. എവിടെയാണ് ദൈവം വസിക്കുന്നത്? അവന്റെ ആലയത്തിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് തിരുവെഴുത്തുകൾ പറയുന്നത്. അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആലോചന, തിരുവെഴുത്തുകളുടെ ഒരു നിവർത്തീകരണം സംഭവിക്കുക. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അതേ പുതിയ നിയമത്തിൽ പറയുന്നു, നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നല്ലോ, നാം പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കും. തീർന്നില്ല എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ നടക്കും. പക്ഷേ പറയുകയാണ്, ആകയാൽ അവരിൽ നിന്ന് പുറത്തു വരികയും വേർപിരിയുകയും ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടുക പോലും അരുത്, എന്നാൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്തു. അപ്പം എവിടെയൊക്കെ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു? ദൈവം ആഗ്രഹിക്കുന്ന ജീവിത ശൈലിയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ തിരുവെഴുത്തുകളെ എടുത്തുകൊണ്ട് നാം കഴിഞ്ഞ ആഴ്ച കേട്ട പോലെ ആ തിരുവെഴുത്തുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങോട്ട് കൊണ്ടിരിക്കുക? ആ പുതിയ വീഞ്ഞ് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു ചോദ്യം വരും, ഈ എന്ത് പറയണേ, ഒരു സെപ്പറേഷന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ വേർപെട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, എന്തിന് നിങ്ങൾ വേർപെടണം? കാരണം നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട്. എന്നിട്ടാണ് അടുത്ത അധ്യായം തുടങ്ങുന്നത്. പ്രിയ സ്നേഹിതരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതിനാൽ ശരീരത്തെയും ആത്മാവിനെയും മലിനമാക്കുന്ന എല്ലാറ്റിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവഭക്തിയിലൂടെ വിശുദ്ധിയുടെ പരിപൂർണതയിൽ എത്തിച്ചേരാം. A great calling for sanctification. അതിന് എന്തുകൊണ്ടാ പറയുന്നത്? നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യരുത്. കൊരിന്ത്യരെ, നിങ്ങൾക്ക് വളരെ മോസ്റ്റ് മോഡേൺ ആയ സിവിലൈസ്ഡ് ആയ ആൾക്കാരാണ് നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, പാർട്ടീസ് ഉണ്ട്, ഡിന്നർ ഉണ്ട്, ബാങ്ക്വറ്റുകൾ ഉണ്ട്. നിങ്ങൾ അറിയപ്പെടുന്നവരാണ്, നിങ്ങൾ വലിയ ബിസിനസ്മാൻമാരാണ്, നിങ്ങൾ വലിയ കോടീശ്വരന്മാരാണ്, നിങ്ങൾക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങളുണ്ട്, നിങ്ങൾ പ്രസിദ്ധരായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നവരായിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ സ്റ്റാറ്റസും പ്രസിദ്ധിയും പണവുമല്ല. ഇന്ന് ദൈവം നിങ്ങളെ എവിടേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ആ സാങ്ക്ടിഫിക്കേഷന് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആരുടെ സാന്നിധ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നേ? നിങ്ങളുടെ ദൈവഹിതമല്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പിന് നിങ്ങൾ പോയാൽ, ദൈവത്തിന്റെ വചനങ്ങളെ, വാഗ്ദത്തങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ അവിശ്വാസിയായ ഒരു ഇണയെ കണ്ടെത്താൻ പോയാൽ, ഒരു തുണയെ കണ്ടെത്താൻ പോയാൽ, ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടും. പക്ഷെ നിങ്ങൾ എവിടെ നിന്ന് പുറത്തു പോകും? നിങ്ങളുടെ ഉള്ളിൽ അവൻ വസിക്കാമെന്നുള്ള വാഗ്ദത്തം നിങ്ങൾക്ക് നഷ്ടമാകും. You will be a big loser. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കാണും, പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? അവിശ്വാസിയുമായി നിങ്ങൾ ഒരു ഇണയില്ലാപ്പിട കൂടുമ്പോൾ, ദൈവികമല്ലാത്ത ഒരു ബന്ധത്തിലേക്ക്, ഒരു കൂട്ടുകെട്ടിലേക്ക് നിങ്ങൾ കൈ കൊടുക്കുമ്പോൾ, ക്രിസ്തുവും പിശാചും തമ്മിൽ, ബലിയാലും തമ്മിൽ ഐക്യതയില്ലാത്ത പോലെ നീതിയും ദുഷ്ടനും തമ്മിൽ കൈ കൊടുക്കത്തില്ല. ഇരുളും വെളിച്ചം തമ്മിൽ ഒരിടത്ത് ഒന്നിച്ചു നിൽക്കത്തില്ല. ദേവാലയത്തിനകത്ത് വിഗ്രഹങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഇല്ലാത്ത പോലെ അവിശ്വാസി വിശ്വാസിക്ക് അവിശ്വാസിയുമായി ഒരു ഉടമ്പടിയുമില്ല. അങ്ങനെ ഒരു ഉടമ്പടിക്ക് നിങ്ങൾ പോയാൽ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഏത് ഉടമ്പടിയിൽ നിങ്ങൾ പുറത്തു പോകും? നിങ്ങളുടെ ഉള്ളിൽ വസിക്കാമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം നിങ്ങൾക്ക് അന്യപ്പെട്ടു പോകും. നിങ്ങൾ മലിനപ്പെടും. എന്തുകൊണ്ടാ പ്രിയരെ? നാം പലപ്പോഴും ചോദിക്കും, ഇതിന് ഇത്രയും പ്രാധാന്യമുണ്ടോ, അതിനത്രയും പ്രാധാന്യമുണ്ടോ? ഈ കാലമല്ലേ? ഏത് കാലമായാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. എന്തുകൊണ്ടാണ് നാം പലപ്പോഴും, ഞാനിത് പറയാൻ എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ലേഖനങ്ങളുടെ രണ്ടാം ഘട്ടം വരുമ്പോ
ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് വരുമ്പോ മൊത്തം ഈ സാങ്ക്ടിഫിക്കേഷന് വേണ്ടി ഈ മെസ്സേജ് മാറ്റി വെക്കുന്നേ. കാരണം ഈ സാങ്ക്ടിഫിക്കേഷൻ ആരോടാ പറഞ്ഞത്? എന്നിട്ട് നമ്മൾ കൊലോസ് ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കൊലോസ് ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതിന്റെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഇത്രയും പറഞ്ഞിട്ട് ഇത് വായിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ആ കൊരിന്ത്യ ലേഖനത്തിൽ ചിന്തിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ 3:12 അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയതാഴ്മ, സൗമ്യ, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം സെപ്പറേറ്റ് ആയി ദൈവത്തിനു വേണ്ടി ദൈവം വേർതിരിച്ച ജനമായത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സാങ്ക്ടിഫിക്കേഷന് പ്രാധാന്യം കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടമാകും? കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ, ആകയാൽ പ്രിയരെ, ഇത്ര വലിയ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സാങ്ക്ടിഫിക്കേഷൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി ഒരു ചോദ്യം എന്റെ പ്രിയരെ നിങ്ങൾക്കും എനിക്കും ഉണ്ടാകാം. എന്തിന് ഞങ്ങൾ ഇങ്ങനെ ഈ ലോക ജീവിതത്തിൽ ഇത്രയും പ്രയാസമുള്ള ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ എന്തിന് ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങൾക്കുള്ള സകലത്തെയും ഞങ്ങൾ എന്തിന് ഇങ്ങനെ ഒരു വിശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ ശക്തമായ ഉത്തരമാണ്, അരുളപ്പാടാണ്. കാരണം നിന്നെയും എന്നെയും വിശുദ്ധരായി ദൈവം വേർതിരിച്ചത് കൊണ്ട്, ദൈവത്തിന്റെ വാഗ്ദാനം ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ ആലയമായി മന്ദിരമായി അവൻ നമ്മെ കണ്ടതുകൊണ്ട്, അവൻ നമ്മുടെ പിതാവായി നമ്മൾ അവന്റെ മക്കളായി ജീവിക്കാൻ പ്രിയരായി വിളിക്കപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരണത്തിന് വിട്ടുകൊടുത്തേ മതിയാവും. Is there any doubt? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? വിട്ടുകൊടുക്കണോ വേണ്ടതെന്ന് അപ്പോസ്തലൻ പറയാം. കൊരിന്ത്യരെ നിങ്ങൾക്ക്, അപ്പൊ കൊരിന്ത്യരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കൊരിന്ത്യർ ഞാൻ പറയുന്ന പോലെ ഇന്നത്തെ അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി പോലോ ലോസ് ആഞ്ചലസ് പോലോ അത്ര പ്രമുഖമായ ഗ്രീസിലെ ഒരു നഗരമാണ് കൊരിന്ത്. ആ കൊരിന്തിൽ അപ്രകാരമുള്ള ഒരു ലളിത ജീവിതം നയിക്കാനോ, ലളിത ജീവിതം എന്നുള്ള വാക്ക് അവിടെ മാറി നിൽക്കട്ടെ, വിശുദ്ധ ജീവിതം നയിക്കാനോ സാങ്ക്ടിഫിക്കേഷൻ ഏൽപ്പിച്ചു കൊടുക്കാനോ കഴിയാതെ വണ്ണം അത്രമാത്രം അങ്ങനെ പാപത്താൽ അങ്ങനെ കുമിഞ്ഞു മറിയുന്ന, പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന നമ്മൾ പറയുന്ന ഭാഷയുള്ള ആ നാട്ടിൽ, അതൊരു പാപത്തെ പാപമായി പോലും കാണാത്ത ഒരു നാട്ടിൽ വിശുദ്ധരായി തങ്ങളുടെ ശരീരത്തെ സാങ്ക്ടിഫിക്കേഷന് വിട്ടുകൊടുക്കാൻ കൊരിന്ത്യരോട് പറയാൻ ധൈര്യം അപ്പോസ്തലനേ ഉള്ളൂ. എന്തുകൊണ്ടാ ധൈര്യമുള്ളത്? അപ്പോസ്തലൻ ഭയപ്പെടുന്ന കൊരിന്ത്യരെയല്ല, ദൈവത്തെയാ. അപ്പോസ്തലൻ ഭയപ്പെടുന്ന കൊരിന്ത്യയുടെ ഹൃദയത്തിലുള്ള തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നല്ല, പിന്നെയോ കൊരിന്ത്യർക്ക് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള സ്ഥാനം നഷ്ടപ്പെടുമെന്ന് മാത്രമേ അപ്പോസ്തലന് ഭയമുള്ളൂ. അപ്പോസ്തലന് ഒരിക്കലും ഭയമില്ല, അയ്യോ ഞാൻ ഇനി തിരിച്ച് നിങ്ങളുടെ അടുത്ത് വരുമ്പോ പഴയ പോലെ ദശാംശം തരുമോ, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ പഴയ പോലെ എന്നെ ആദരിക്കുമോ, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എനിക്കിനി. അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ഭയപ്പെടുന്നത് എന്നറിയാമോ? പിശാച് ഉപായത്താൽ ഹൗവായെ ചതിച്ചതുപോലെ നിങ്ങളെ സാത്താൻ അതെ ചതിച്ച് ഏകാഗ്രത നഷ്ടപ്പെടുത്തി പാപത്തിലേക്ക് നിങ്ങളെ വഴിതിരിച്ചു വിടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്നത്തെ ശുശ്രൂഷകരുടെ ഭയം എന്തുവാ? വിശ്വാസികൾ പാപം ചെയ്യുന്നുള്ള ഭയമാണോ? അതോ സമയത്ത് ദശാംശം കിട്ടുമെന്നുള്ള ഭയമാണോ? എന്തെങ്കിലും കടുത്ത് സംസാരിച്ചാൽ അതെ നാളെ ഉണ്ടാവുന്ന പ്രത്യാഘാതം ഓർക്കുമ്പോൾ, എന്തെങ്കിലും തിരുത്തിയാൽ നാളെ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ ഓർക്കുമ്പോൾ പലരും ഭയപ്പെടുന്നത് അതെ പരസ്പരമാണെങ്കിൽ അപ്പോസ്തലൻ ഭയപ്പെട്ടത് കൊരിന്ത്യയില് എത്ര അൾട്രാ മോഡേൺ ആയി നിങ്ങൾ ജീവിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ഭയങ്കരമായിരിക്കാം. നിങ്ങൾക്ക് പലതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല, പല പാർട്ടികളും ഒഴിവാകാൻ പറ്റത്തില്ല, നിങ്ങൾ വലിയ ആൾക്കാരായിരിക്കാം. ഐ ഡോണ്ട് കെയർ. അതിനേക്കാൾ വലിയൊരു സർവശക്തനുമായ ദൈവത്തിന്റെ അരുളപ്പാട് സഭയെ എനിക്ക് അറിയിക്കാൻ ഉണ്ട്. നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദാനം എന്നറിയാമോ? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി ദൈവം നമ്മളെ കണ്ടിരിക്കുന്നെങ്കിൽ അവിടെ വസിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു, നടക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല അവിടെ ഒരു വാഗ്ദാനം കൊടുത്തു. എന്തു പറഞ്ഞു? ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങളെ തീർന്നില്ല, നിങ്ങൾ എന്റെ ജനം മാത്രമല്ല, പിന്നെയോ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായി. അതായത് നമ്മുടെ പൗരത്വത്തെയും പുത്രത്വത്തെയും നഷ്ടപ്പെടുത്തുന്ന ഒരു ഇണയില്ലാ പിണയും നമ്മൾ കൂടരുത്. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്തരുത്. അല്പനേരത്തെ സുഖത്തിനു വേണ്ടി, അല്പനേരത്തെ അതേ സ്ഥാനത്തിനു വേണ്ടി, അല്പനേരത്തെ ആനന്ദത്തിനു വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടത്തിനു വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്തെന്നറിഞ്ഞാൽ നമുക്ക് ഈ സാങ്ക്ടിഫിക്കേഷൻ എളുപ്പമാവും. പ്രിയ സ്നേഹിതരെ, ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് പ്രോമിസ് കിട്ടുമെന്നല്ല.
We have already received great promises. നമുക്ക് ഇത്ര വലിയ വാഗ്ദാനങ്ങൾ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ശരീരത്തെയും പ്രാണനെയും മലിനപ്പെടുത്തുന്ന എല്ലാറ്റിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിപ്പാൻ ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ സാങ്ക്ടിഫിക്കേഷന്റെ, വിശുദ്ധീകരണത്തിന്റെ പരിപൂർണതയിലേക്ക് നമുക്ക് എത്തി. ഇതിനു വേണ്ടിയാണ് രക്ഷാ നിർണയത്തിന്റെ, ദൈവശാസ്ത്രത്തിന്റെ, രക്ഷാശാസ്ത്രത്തിന്റെ മർമ്മങ്ങളെ എല്ലാ ലേഖനങ്ങളിലും ആദ്യ ഭാഗങ്ങൾ പ്രതിപാദിച്ചിട്ട് രക്ഷിക്കപ്പെട്ടവരുടെ ശുദ്ധീകരണ ജീവിതത്തിന് വേണ്ടി രണ്ടാം ഭാഗം മാറ്റിവെച്ചത്. ആരെങ്കിലും ചോദിക്കുക, നിങ്ങൾ എന്തിനാണ്, നിങ്ങൾ പണ്ട് ഒത്തിരി കള്ളം പറയുമായിരുന്നു, ഇപ്പൊ നിങ്ങൾ എന്താ ഇങ്ങനെ സത്യസംഭാഷണത്തിനായി പരിശ്രമിക്കുന്നത്? പറയണം, ഇപ്പോൾ ഞാൻ വലിയ വാഗ്ദത്തത്തിന്റെ അവകാശിയാവും. ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എന്റെ കർത്താവ് എന്നിൽ വസിക്കുന്നു. എന്റെ കർത്താവ് പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ ഞാൻ നിങ്ങളിലും എന്നിലും വസിക്കുന്നു. അതെ, നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ എന്റെ കർത്താവിന്റെ വാസം, എന്റെ ആത്മാവിന്റെ വാസം, ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വാസം എന്നിൽ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് എനിക്ക് പോകാൻ കഴിയത്തില്ല. മാത്രമല്ല, എനിക്ക് വലിയ പ്രോമിസ് ഉണ്ട്. അവൻ എന്റെ ദൈവം, ഞാനാണെങ്കിൽ അവന്റെ തീർന്നില്ല. അത് പഴയ അതായിരുന്നു കഴിഞ്ഞ കാലങ്ങളെ പ്രോമിസ് എങ്കിൽ ഇപ്പോഴത്തെ പ്രോമിസ് എന്തോ? ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. എന്റെ പിതാവായിരിക്കാമെന്ന് ദൈവം എനിക്ക് പ്രോമിസ് തന്നു. എന്റെ പുത്രിയായി എടുത്തു പറയുന്നുണ്ട്, പുത്രന്മാരും പുത്രിമാരും. വാട്ട് എ ഗ്രേറ്റ് പ്രിവിലേജ്! ഇവിടെ എടുത്തു പറയുന്നു, പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അത്ര വലിയ ഗ്രേറ്റ് പ്രോമിസ് ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് എന്റെ ഇഷ്ടങ്ങളുടെ പുറകെ പോയി എനിക്ക് ഏശാവിനെ പോലെ ഒരു ഊണിന് ചേഷ്ടാവകാശം വിറ്റുകളഞ്ഞ അകത്തനായി തീരാൻ എന്നെ കൊണ്ട് കഴിയരുത്. ഇതാണ് വിശുദ്ധിയുടെ മാനദണ്ഡം. അല്ലാതെ സഭയിൽ വലിയവരാകാനല്ല, ഞാൻ മറ്റൊരാൾ ശ്രേഷ്ഠനാണെന്ന് പറയാനല്ല, എന്റെ കഴിവുകൊണ്ട് ഞാൻ എന്തോ ആർജിച്ചെന്ന് പറയാനല്ല. എന്തുകൊണ്ട് ദൈവമക്കൾ സാങ്ക്ടിഫൈഡ് ആകണം? നമുക്കറിയാം അതിന്റെ മറ്റു പർപ്പസുകൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ആ സാങ്ക്ടിഫിക്കേഷൻ നമ്മുടെ വീണ്ടെടുപ്പിന് അനിവാര്യമാണ്, രൂപാന്തരത്തിന് അനിവാര്യമാണ്. അതെല്ലാം കർത്താവിന്റെ ഡൈനാമിക് പവർ കൊണ്ട്, വ്യാപാര ശക്തി കൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ വിശുദ്ധീകരണം നമ്മൾ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി. ഇന്ന് രാത്രി നമ്മൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? കർത്താവേ, കർത്താവേ, എനിക്കൊരു കാര്യം വ്യക്തമായി, ഞാൻ ഒത്തിരി ന്യായീകരണങ്ങൾ എന്റെ ജീവിതത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. പലതിനെയും ഒന്ന് കോംപ്രമൈസ് ചെയ്ത് വെക്കുവാൻ, പലതിനെയും ഒന്ന് ഓക്കെ കുഴപ്പമില്ല, ഞാൻ പോകുന്ന പാതയെ ശരിയാണ്, ഇതൊക്കെ ആകെ ഈ കാലഘട്ടത്തിലൊക്കെ 2025 ഇതൊക്കെ ഒരു തെറ്റല്ല എന്ന് ചിന്തിപ്പിക്കുന്ന കൂട്ടുകെട്ടിലേക്ക് ഞാൻ വഴുതി പോന്നെങ്കിൽ അവിടെ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവരണേ കർത്താവേ. കാരണം വചനത്തിന് മാറ്റമില്ല. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നീതിയും ദുഷ്ടനും തമ്മിൽ ചേർന്ന് പോത്തില്ല, ഇരുളും വെളിച്ചം തമ്മിൽ ചേർന്ന് പോത്തില്ല, ക്രിസ്തുവും ബലിയാലും തമ്മിൽ ചേർന്ന് പോത്തില്ല, ആലയവും വിഗ്രഹങ്ങളും ചേർന്ന് പോത്തില്ലെങ്കിൽ നമുക്കൊന്ന് ചേർന്ന് പറയാം, അതെ, വിശ്വാസിയും അവിശ്വാസം തമ്മിൽ ഒരിക്കലും ഒരു പങ്കാളിത്തത്തിലേക്ക് പോകാൻ കഴിയരുത്, ഒരു ഉടമ്പടിയിലേക്ക് പോകുവാൻ കഴിയരുത്. പോകാം, കർത്താവ് ആരെയും തടുക്കുന്ന, എല്ലാവർക്കും ഫ്രീ വില്ലാണല്ലോ. പക്ഷെ എന്തായിരിക്കും നമുക്ക് നഷ്ടമാകുന്നേ? നമുക്കുള്ള ഗ്രേറ്റ് പ്രോമിസസിനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നാം പോകത്തുള്ളൂ. അത് അപ്പോസ്തലരെ ഓർപ്പിക്കും. ഇതിനെ നിങ്ങൾക്ക് ആനന്ദിക്കാം, നിങ്ങൾക്ക് ആസ്വദിക്കാം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പാർട്ടീസും ഫുഡും ബാൻക്വറ്റ്സുകളും ഡാൻസും, അതെ, നിങ്ങൾക്ക് എത്രമാത്രം ലോകത്തിന്റെ മുമ്പിൽ എത്രത്തോളം നിങ്ങളുടെ ശരീരത്തെ സുഖിപ്പിക്കുന്ന, നിങ്ങളുടെ പ്രാണനെ സന്തോഷിപ്പിക്കുന്ന ആനന്ദ ഉല്ലാസത്തിലേക്കും ജീവിത സുഖങ്ങളിലേക്കും സ്വയ ഇഷ്ടങ്ങളിലേക്കും നിങ്ങൾക്ക് പ്രവേശിക്കാം. പക്ഷേ ദൈവിക വാഗ്ദാനങ്ങളെ കൂടെ ഓർത്തോണ്ട് വേണോ ചെയ്യാൻ. ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന സുഖങ്ങൾ, പ്രാണനെ തുടിപ്പിക്കുന്ന സുഖങ്ങൾ, ഇവ രണ്ടും ആരാണ് വേണ്ടാന്ന് വെക്കേണ്ടെന്നറിയാവോ? ആരെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രിയരായിരിക്കുന്ന, ദൈവത്തിന്റെ ദൈവം വേർതിരിച്ചവരായിരിക്കുന്നവരോട് പറയുക. അതുകൊണ്ട് നമുക്ക് കൊരിന്തരെ, എനിക്ക് പട്ടണത്തിലുള്ള എല്ലാവരോടും ഈ ദൂത് പറയാനൊന്നും ഞാനില്ല, നിങ്ങളുടെ പട്ടണത്തിലുള്ള എല്ലാവരും, പക്ഷെ നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന്, നിങ്ങളുടെ ഏറ്റവും മോസ്റ്റ് മോഡേണായ, ലോകപ്രകാരം ഏറ്റവും പ്രസിദ്ധമായ, ലോകപ്രകാരം ഏറ്റവും അഡ്വാൻസ്ഡ് ആയ എല്ലാ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖമായ നഗരത്തിൽ നിന്ന് ദൈവം നിങ്ങളെ കണ്ടെങ്കിൽ ആ നഗരത്തിൽ തന്നെ നിങ്ങൾക്ക് വിശുദ്ധരായി ജീവിക്കാൻ കഴിയും.
അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താണെന്നറിയാമോ? ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? എന്തിനു വേണ്ടിയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? ഞങ്ങൾ എന്തിനാണ് ശരീരത്തിന്റെ സുഖത്തിനും പ്രാണന്റെ സുഖത്തിനും പോകാതെ ശരീരത്തെ ക്ലീൻ ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരണത്തിലേക്കും പ്രാണന്റെ ശുദ്ധീകരണത്തിലേക്കും ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് എന്തിനെന്നുള്ള ബോധ്യം കൊരിന്ത്യർക്ക് അപ്പോസ്തലൻ എങ്ങനെ നൽകിക്കൊടുത്തേ? തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധികളിൽ തങ്ങൾ എങ്ങനെ നിലകൊണ്ടു എന്ന്. എന്നിട്ട് അതെന്നാ അങ്ങനെ പറയാൻ കഴിയും? ഇങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ തെളിയിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ല കൊരിന്ത്യരെ, കൊരിന്ത്യ സഭയ്ക്കകത്ത് കൃപാവരങ്ങൾ ജ്വലിക്കുന്നുണ്ട്, ഭാഷാവരങ്ങൾ, വ്യാഖ്യാന വരങ്ങൾ, അതെ വിശ്വാസത്തിന്റെ വരം, അതെ വീര്യപ്രവൃത്തികളുടെ വരം എല്ലാം ജ്വലിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇതുകൊണ്ടൊന്നും ഞാൻ നിങ്ങളെ ആത്മീയരായി എണ്ണുമെന്ന് നിങ്ങൾ കരുതണ്ട. ആത്മീയരായി എണ്ണണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് ശരീരത്തെയും പ്രാണനെയും ശുദ്ധീകരണത്തിന് വിട്ടുകൊടുക്കണം. പൗലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ ആ ഭാഗം തന്നെ അതിന്റെ എന്തിനാണ് റിപ്പീറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നുള്ളതിന്റെ ഒരു വ്യക്തമായ മറുപടിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും എത്ര ശ്രേഷ്ഠമാ വാഗ്ദാനം അത്. ദൈവത്തിന്റെ വൃതൻ, ദൈവത്താൽ സെലക്ടഡ് ആയവൻ, ഇലക്ടഡ് ആയവൻ, സെറ്റ് അപ്പാർട്ട്, വേർതിരിച്ച് ദൈവം. അങ്ങനെ വേർതിരിച്ചിട്ടാ പറഞ്ഞത്. ഇനി ഞാൻ പറയാം നീ എങ്ങനെ ജീവിക്കണമെന്ന്. ഞാൻ നിന്റെ പിതാവായിട്ടിരിക്കണോ? ഞാൻ നിന്റെ ദൈവമായിട്ടിരിക്കണോ? എന്റെ പുത്രി, എന്റെ പുത്രൻ എന്നുള്ള ആ അഭിമാനത്തോടെ അധികാരത്തോടെ നിനക്ക് ഇവിടെ ജീവിച്ച് അവിടെ എത്തണോ എന്ന് ഞാൻ പറയുന്ന പോലെ ജീവിക്കണം. എന്താ കാര്യം? നീ അശുദ്ധമായതിനെ തൊട്ടാൽ എനിക്ക് നിന്നിൽ വസിക്കാൻ, അശുദ്ധമായതൊന്നും തൊടരുത്, തൊടുക പോലും അരുത്, എന്നാൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. കണ്ടീഷൻ വന്നവിടെ. തെരഞ്ഞെടുപ്പിന് വേണ്ടി അത് ചെയ്തില്ല. തെരഞ്ഞെടുത്തവരോട് പറയുക, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. എന്നിട്ടാണ് കുറെ വെർച്യൂസ്, ക്വാളിറ്റീസ് അവിടെ പറയുക. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തി. എനിക്കറിയാം ഞാൻ പൗലോസ് ലേഖനത്തിലേക്ക് തന്നെ അതിനുവേണ്ടി തന്നെ ഞാൻ ഇതെല്ലാം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നമ്മൾ ചിന്തിക്കും. എന്റെ ഹൃദയത്തിൽ പരിശുദ്ധ ആത്മാവിനോട് ഇടപെട്ടു. ഈ 6-ാം അധ്യായം കണക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുവാനായി ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ ഒരു പ്രേരണ തന്നുകൊണ്ടാ ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം ഇനി ഞാൻ പറയാ, നിങ്ങൾ ഏത് ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ പറയാം. നിങ്ങളോട് ഞാൻ പറയാ, ഞാൻ സെറ്റപ്പാട്ടൊക്കെ ഏത് ഡ്രസ്സിന് ഞാൻ ഉദ്ദേശിച്ചേ, അക്ഷരാർത്ഥത്തിൽ ഏത് ഡ്രസ്സ് എന്നല്ല ഉദ്ദേശിച്ചേ. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ധരിക്കേണ്ട വെർച്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ വസ്ത്രത്തെ കുറിച്ച് അല്ല ഉദ്ദേശിച്ചേ. അപ്പോസ്തലൻ പറയുക, കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ധരിക്കണം, എന്തൊക്കെ ധരിക്കരുതെന്ന്. നമുക്ക് അതിന് തയ്യാറാകാം. കാരണം എന്തുവാ? എന്റെ വാക്ക് ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്താൽ എനിക്കറിയാം സമയത്തിൽ നിന്ന് ഞാൻ ഒത്തിരി മുന്നോട്ട് പോയി. എനിക്ക് പിന്നീട് നിർത്താൻ അതേ സമയം അധികം പോകുന്നുണ്ട്. എന്റെ വാക്കുകൾ നിർത്തും. നമ്മൾ അടുത്ത ആഴ്ച നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഞാൻ പല സ്ലൈഡൊന്നും എനിക്കറിയാം, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാ. ആര് വായിച്ചാലും എപ്പം വായിച്ചാലും മനസ്സിലാകുന്ന വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് ആ പ്രബോധനങ്ങൾ, ആ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിന്റെ പിന്നിലുള്ള ദൈവിക മർമ്മമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ച്. ചതിക്കപ്പെടരുത് പ്രിയരെ, വഞ്ചിക്കപ്പെടരുത്. നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും തോന്നും, വൈ മീ ലോർഡ്, വൈ മീ? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കണം? എന്റെ പ്രായം ഇതല്ലേ, എന്റെ കാലത്തിനല്ലേ, ഞാൻ വസിക്കുന്ന നഗരം ഇങ്ങനല്ലേ, എന്റെ കൂട്ടുകാരിങ്ങനല്ലേ, വൈ മീ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുക. എന്തുകൊണ്ട് നീ, എന്തുകൊണ്ട് ഞാൻ, എന്തുകൊണ്ട് നമ്മൾ? കർത്താവിനൊരു ഉത്തരമുണ്ട്. കാരണം എന്റെ വാഗ്ദാനം നിനക്കാ ഞാൻ തന്നത്. ഞാൻ നിന്നെ എന്റേതായി കണ്ടു, ഞാൻ എന്റേതായി വേർതിരിച്ചു, എന്റേതായി ഞാൻ നിന്നെ സെപ്പറേറ്റ് ചെയ്തു. നീ പറയരുത് പഴയ പാർട്ടിയിലേക്ക് പോണമെന്ന്, നീ പറയരുത് പഴയ നീ ആനന്ദിക്കല്ലേ. നിന്റെ ശരീരത്തിനും നിന്റെ പ്രാണനും വേണ്ട ശുദ്ധീകരണത്തിന് നീ ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ നിന്നിൽ വസിച്ചുകൊണ്ട്, ഞാൻ നിന്റെ ദൈവമായി, നിന്റെ പിതാവായി, നീ എന്റെ പുത്രനും പുത്രിയുമായി ജീവിച്ചുകൊണ്ട് ഞാൻ ഒരുക്കുന്ന രാജ്യത്തിൽ എന്റെ മേശമേൽ പങ്കാളിത്തം വഹിപ്പാൻ, എന്റെ അതേ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ നിന്നെ യോഗ്യനാക്കും, യോഗ്യയാക്കും. നമ്മൾ തയ്യാറാണോ? അതോ ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? വൈ മീ, വൈ മീ? ഞാൻ മാത്രം, അതെ
കൃഷിയുടെ എടുത്തു പറഞ്ഞു ഞാനത് പോവാ, എനിക്കവിടെ പോവാം, എല്ലാവർക്കും പോവാൻ എനിക്ക് പോകാൻ പറ്റത്തില്ല, എല്ലാവർക്കും അത് കാണാൻ എനിക്ക് കാണാൻ പറ്റത്തില്ല, എല്ലാവർക്കും അത് ആനന്ദിക്കാൻ എനിക്ക് ആനന്ദിക്കാൻ പറ്റത്തില്ല. അതിനുള്ള ഉത്തരം ഇന്ന് രാത്രി ദൈവം തരികയാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നീ അവരെക്കാൾ ചെറുതായത് കൊണ്ടല്ല, പിന്നെയോ അവരിൽ ദൈവത്തിന്റെ ദൃഷ്ടി എന്റെയും നിന്റെ മേൽ പതിഞ്ഞു, എന്റെയും നിന്റെ മേൽ പതിഞ്ഞു. ദൈവത്തിന് നമ്മളോട് പ്രിയം തോന്നി, തന്റെ വേർതിരിച്ചു. ഞാൻ നിന്നിൽ വസിക്കും, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്ന ദൈവത്തിന്റെ കോളിംഗ് നമ്മുടെ മേൽ വന്നു. അതോടുകൂടെ വിലയേറിയ വാഗ്ദാനങ്ങൾ, വിലയേറിയ വാഗ്ദാനം, ഈ ബർത്ത് റൈറ്റ് ഉണ്ടായിരുന്ന അതെ ഏശാവ് പറഞ്ഞു എനിക്കിതൊന്നും വലിയ കാര്യമല്ല, എനിക്കിപ്പോ എന്റെ ശരീരത്തിന്റെ വിശപ്പ് മാറ്റണം. പക്ഷെ ഈ വിലയേറിയ വാഗ്ദാനം യേശു പറഞ്ഞു എനിക്ക് ഇപ്പോഴത്തെ വിശപ്പിനേക്കാൾ വലുത് ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിച്ച് ദൈവ ഇഷ്ടത്തിനു വേണ്ടി എന്നെ വിധേയപ്പെടുത്തുന്നതാണ്. നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കും? ഒരു ഊണിന് വേണ്ടി ചേഷ്ടാവകാശം, ബർത്ത് റൈറ്റിനെ അതെ ഗൗനിക്കാത്ത, അതെ ഒരു വിലയും കൊടുക്കാത്ത പുത്രനും പുത്രി ആദ്യ ജാതനൊന്നും പ്രശ്നമല്ല, അന്നേരമുള്ള കാര്യങ്ങളാണ് വലുത് എന്ന് പറയുന്ന ഏശാവിന്റെ പക്ഷത്ത് നിൽക്കുവോ? അതോ ഇപ്പോഴത്തെ വിശപ്പിനേക്കാൾ വലുതാണ് എന്റെ ബർത്ത് റൈറ്റ്, ദൈവപുത്രൻ എന്നുള്ള എന്റെ അധികാരത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഒരു ശരീര സുഖവും വേണ്ട, ഒരു പ്രാണസുഖവും വേണ്ട, ദൈവം വേണ്ട പോലെ സമയത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞ യേശുവിന്റെ പക്ഷത്ത് നിൽക്കും. Let us take a decision and let us submit ourselves and let us give ourselves to the hands of God for the sanctification. ആ വിശുദ്ധീകരണത്തിനായി മനസ്സോടെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മളെ വിശുദ്ധീകരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നടക്കട്ടെ, ദൈവശക്തിയിൽ നിലകൊള്ളാം, സത്യസംഭാഷണം നിലകൊള്ളാം, സത്യവചനത്തിൽ നമുക്ക് നിലകൊള്ളാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.